നെയ്മർ ജൂനിയർ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് സംസാരിച്ച ഒരു സംസാരം ഒന്നും അവസാനിച്ചിട്ടില്ല, തുടരും, ഇതുപോലെ തന്നെ തുടരും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു സംസാരം ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും സംസാരിച്ചു. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയറും അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്തു. ഇത് തുടരും, ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. ഈ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ എനിക്ക് കടന്നു പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് നേടിയതിൽ. അങ്ങനെയുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിലും അദ്ദേഹം ആ വേദിയിൽ നിന്നൊക്കെ സംസാരിച്ചു. നമുക്കറിയാം, നെയ്മർ ജൂനിയർ ഇനി ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെത്തുന്ന 1-2 മത്സരങ്ങൾ ഒരു വലിയ ബിഗ് മാച്ചുകളാണ്. ഒന്ന് കൊളംബിയയാണ്, 2 അർജന്റീനയാണ്. ആദ്യ മത്സരം കൊളംബിയയുമായിട്ടാണ്, രണ്ടാമത്തെ മത്സരമാണ് അർജന്റീന. ഇവർക്കെതിരെയാണ് ബ്രസീലിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇനി ജേഴ്സി അണിയാൻ പോകുന്നത്. നല്ല ബിഗ് മാച്ചുകളിലേക്ക് തന്നെയാണ് തിരിച്ചുവരവ്. അപ്പോൾ കൊളംബിയയുമായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ നമുക്കറിയാം, കൊളംബിയയുടെ മത്സര ശൈലി, ഫോളുകൾ കാര്യമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ടാർഗറ്റാണ് ഫോള്. അതുപോലെ തന്നെ അർജന്റീന പറയുമ്പോൾ ലോകത്തിലെ ടീമാണ്. ഇവർക്കൊക്കെ എതിരെയാണ് ബ്രസീൽ. ഒരു കൂട്ടി യോജിക്കാത്ത ബ്രസീൽ ടീം എന്ന് വേണമെങ്കിൽ പറയാം. സെറ്റായിട്ടില്ല, ഇതൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ പഴയ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചൊക്കെ റാഫിൻ്റെ ഒക്കെ ഫോമിലേക്ക് വന്ന ഒരു സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. എങ്കിലും ടീമൊന്നും ഒത്തൊരുമയായിട്ടില്ല. ആ ഒരു ടീമിലേക്കും അതുപോലെ മികച്ച 2 ടീമുകൾക്കെതിരെയൊക്കെയാണ് നെയ്മർ ജൂനിയർ ബ്രസീലിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബ്രസീലിന് വേണ്ടിയിട്ടാണെങ്കിലും ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുകയാണെങ്കിലും അദ്ദേഹം നല്ല കോൺഫിഡൻസിലാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല, ഇതുപോലെ തന്നെ തുടരും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അതൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലെങ്കിൽ ഉന്മേഷം നൽകുന്ന സംസാരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ, കോപ്പ അമേരിക്ക ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റേത് നമ്മൾ മിസ് ചെയ്തു. ബ്രസീൽ ഫാൻസ് മിസ് ചെയ്തു, അല്ലെങ്കിൽ ബ്രസീലിന് ആ ഒരു കിരീടം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ? കാരണം അത്രയും വലിയൊരു ബിഗ് പ്ലെയർ വർഷങ്ങളോളം പല സാഹചര്യങ്ങളിൽ പല വർഷങ്ങളിലായിട്ട് പുറത്തിരിക്കേണ്ടി വരുമ്പോൾ അത് അത്രയും അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മത്സരം ജനുവരിയിൽ അദ്ദേഹം അൽ ഹിലാലിന് വേണ്ടി കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് 99% പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാർച്ചിലാണ് അടുത്ത ബ്രസീൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നത്. ആ ഒരു ബ്രേക്കിലാണ് ബ്രസീലിന് കൊളംബിയയുമായിട്ടും അർജന്റീനയുമായിട്ടൊക്കെ മത്സരങ്ങളിൽ വരുന്നത്. ആ ഒരു മത്സരം നമ്മളെ പോലുള്ള ഫാൻസൊക്കെ കൂടുതൽ കാത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫുട്ബോളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. നെയ്മർ ജൂനിയറിൻ്റെ മത്സരമൊക്കെ കാത്തിരിക്കുന്ന, ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ കാത്തിരിക്കുന്നത്. ഏതായാലും അൽ ഹിലാലിന് വേണ്ടിയിട്ട് അദ്ദേഹം ജനുവരിയിൽ തന്നെ കളത്തിലിറങ്ങും. അദ്ദേഹം നല്ല കോൺഫിഡൻസിലാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്